രഞ്ജിത്ത് ജീനിയസാന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. രഞ്ജിത്ത് ജീനിയസ് ആണോ? രഞ്ജിത്ത് ലീല എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ആ ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടോ? തിയേറ്ററിൽ വന്നിട്ടില്ല. അത് തിയേറ്ററിൽ വളരെ കുറച്ച് ദിവസം കളിച്ചുള്ളൂ. പിന്നെയൊക്കെ OTTയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ എന്തായാലും TV-യിൽ വരില്ല, സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാനായിട്ട് ധൈര്യം കാണിച്ച ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ രതി വൈകൃതത്തിന് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീനെ ഫുൾ നഗ്നമാക്കിയിട്ട് ഒരു ആനയുടെ തുമ്പിക്കൈയിൽ കിടന്നിട്ട് അവർ ബന്ധപ്പെടുന്നു. ഇത് ഈ ആനയുടെ തുമ്പിക്കൈയിൽ കിടന്ന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വൾഗറായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചു നോക്കുന്നറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ചെറുപ്പക്കാർക്കൊക്കെ ഒരു മുട്ടാശ്വാസം ഉണ്ടായിരുന്നൊരു വീക്കിലിയാണ്. ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. മുത്തുച്ചപ്പി എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ടായിരുന്നു. അതൊരു ദൈവാരികയാണ്. അത് വരുന്നതും കാത്ത് അന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ കാത്തിരിക്കും. അതിലിങ്ങനെ വലിയ വലിയ നീണ്ട കഥകളുണ്ട്. അപ്പോൾ ആ കഥകളാണ് അന്നത്തെ ചെറുപ്പക്കാരുടെ ഏക ആശ്വാസം. ആ മുത്തുച്ചപ്പിയിൽ പോലും ഇതുപോലെയുള്ള ചിത്രീകരിക്കലോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയലോ ഇതുപോലെ ഡയലോഗോ ഇല്ല. അതിനേക്കാൾ മോശമാണ് ലീല എന്ന് പറഞ്ഞുള്ള സിനിമയിലെ ഇദ്ദേഹം കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത്. ഇയാൾ ഏത് സിനിമയിലും സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ എന്ന് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ വൈകൃതങ്ങളുടെ രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇയാളെ കളിയാക്കിക്കൊണ്ടോ ഇയാളെ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാലോ ഇയാൾക്ക് ഗംഭീര ദേഷ്യം ഭയങ്കര, അഹങ്കാരം ഭയങ്കര, തലക്കനം ഭയങ്കര. തന്നേക്കാൾ വലിയൊരു വ്യക്തി ഇല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ചിന്തപ്പാട് തന്നെ. അപ്പോൾ ഈ ലീല എന്ന് പറഞ്ഞ ഒരു പടത്തിനെ കുറിച്ച്, ആ പടം എടുത്ത തലയ്ക്ക് വിവരമില്ലാത്തവരാണ് ആ പടം എടുക്കുള്ളൂ എന്നുള്ളത് വിനായകൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു. അതിനുള്ള ചങ്കൂറ്റം വിനായകനുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. അത് ഇദ്ദേഹത്തിന് രഞ്ജിത്തിന് കൊണ്ടു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആർമികൾ, രഞ്ജിത്തിൻ്റെ ആർമികൾ വന്നിട്ട് വിനായകനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. കുറേ സിനിമകളിൽ നിന്നും കട്ടാക്കി. പക്ഷേ ഉദിച്ചു വരുന്ന സൂര്യനെ കൈകൊണ്ട് മറിച്ച കാര്യമില്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ തമിഴിൽ പോയിട്ട് രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ച് മൂപ്പര് പേര് തെളിയിച്ചു. പിന്നെ ഇപ്പോൾ മലയാള സിനിമയിലേക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ രഞ്ജിത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണ് സിനിമാ ലോകത്തുള്ള ഒരു മനുഷ്യൻ പോലും രഞ്ജിത്തിനെ കുറിച്ച് ഒരു വാക്ക് മറുത്ത് പറയാത്തത്. സംഘടനയിലും മൂപ്പർക്ക് നല്ല പിടുത്താണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും വലിയ പിടുത്താണ്.